ഹൈക്കമാൻഡുമായുള്ള അനുനയ ചർച്ചകൾക്കൊടുവിൽ ഡോക്ടർ ശശി തരൂർ MP KPCC വേദിയിൽ KPCC ആസ്ഥാനത്തെ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിലാണ് ശശി തരൂർ പങ്കെടുത്തത്. കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുമെന്നും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനില്ല എന്നും ഡോക്ടർ ശശി തരൂർ പ്രതികരിച്ചു. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച കാര്യമില്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ മര്യാദയോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ എവിടേക്കും പോകുന്നില്ല. ഞാൻ കോൺഗ്രസ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി കാണും. UDFന്റെ വിജയത്തിന് വേണ്ടി ഇറങ്ങും. ഞാൻ എപ്പോഴും പറയും, ചിലപ്പോൾ ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്രീയ കാര്യങ്ങളിൽ എനിക്ക് രാഷ്ട്രീയം പറയാനല്ല ആഗ്രഹം, രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കാനല്ല ആഗ്രഹം. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ ഒരു വിധത്തിലും ഏത് വിധത്തിലും അദ്ദേഹത്തിനെതിരെ പറയുന്ന ഒരു കാര്യത്തിനും ഞാൻ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ നേതാവാണെന്ന് മാത്രമല്ല ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട്. ഈ രാജ്യത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു ശക്തമായ ഒരു സ്വരമാണ്. പാർട്ടിയിൽ അർഹമായ പ്രാധാന്യം ഉറപ്പാക്കുമെന്നാണ് ഡോക്ടർ ശശി തരൂരിന് രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ്. പ്രചരിച്ച വാർത്തകൾ മാധ്യമ സൃഷ്ടി എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. മാധ്യമങ്ങൾ ഒരു ദിവസം പറയും ശശി തരൂർ CPM-നോട് ചർച്ച നടത്തി. ശശി തരൂർ നിഷേധിച്ചാൽ നിങ്ങളിപ്പോൾ അത് വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വളരെ സജീവമായി ശക്തമായിട്ട് പാർട്ടി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെയായിപ്പോയി. എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവരെ 52 വെട്ടി കൊന്നു തീർക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ശൈലി. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ശൈലി എതിരഭിപ്രായങ്ങളെ സ്വീകരിച്ച് അത് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ കൂടെ കൊച്ചു മുന്നോട്ട് പോകുക. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മുഖം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളുണ്ടാവും. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വപൗരനായിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. അതെല്ലാം തെറ്റായ വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ്, വെറുതെ LDF ക്യാമ്പിൽ നിന്ന് പ്രചരിപ്പിച്ച വാർത്തകളാണ്. ആ വാർത്തയ്ക്കൊന്നും അടിസ്ഥാനമില്ല. അദ്ദേഹം UDFനെ 100 സീറ്റിലധികം വാങ്ങി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഞങ്ങളുടെ അഭിമാനമായ ശശി തരൂർ ഉണ്ടാവും. വിനീത VG വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. വിനീത, ഡോക്ടർ ശശി തരൂരിന്റെ ഇന്നത്തെ പ്രതികരണം ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്നും പറയാൻ ഇനി താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിഞ്ഞു, ഇനി കോൺഗ്രസ് വേദികളിൽ സജീവമായി തന്നെ അദ്ദേഹം ഉണ്ടാകുമെന്നുള്ള ആ ഒരു ഉറപ്പ് തന്നെയാണോ അദ്ദേഹം തരുന്നത്? തീർച്ചയായും പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി കഴിഞ്ഞുപോയ പ്രശ്നങ്ങളെക്കുറിച്ച് താൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നിലവിലെല്ലാം ഹാപ്പിയാണ് എന്നുള്ളത് തന്നെയാണ് തരൂരിന്റെ പ്രതികരണം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയുമായും പിന്നാലെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെയായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അനുനയ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും കോൺഗ്രസുമായി കൂടുതൽ അടുത്ത, കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമൊക്കെയായി കൂടുതൽ അടുത്ത പരിപാടികളിലൊക്കെ അദ്ദേഹം കൂടുതൽ പങ്കെടുക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് KPCC ആസ്ഥാനത്ത് നടന്ന പരിപാടിയിലും ശശി തരൂർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നൊക്കെ ശശി തരൂർ വിട്ടുനിന്നതൊക്കെ വലിയ വിവാദങ്ങളിലേക്കടക്കം വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലം ആ പഴയ കാര്യങ്ങളൊക്കെ പോട്ടെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലൊന്നും താൻ പ്രതികരിക്കാനില്ലെന്നും നിലവിൽ തനിക്കും പാർട്ടിക്കും ഒരേ നിലപാടാണെന്നുമാണ് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച അത് ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടുനിന്നു. ആ കൂടിക്കാഴ്ചയിൽ താനൊരു മുഖ്യമന്ത്രി പദം, അത്തരത്തിലേക്കുള്ളൊരു മോഹവും താൻ മുന്നോട്ട് വച്ചിട്ടില്ല എന്നും താനൊരു അധികാരമോഹിയല്ല എന്നുമൊക്കെ അദ്ദേഹം ആ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ തരൂരിന് അർഹമായ ഒരു പ്രാധാന്യം ഉറപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തെ അറിയിച്ചു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചിയിലെ മഹാപഞ്ചായത്ത് പരിപാടിയിലേക്ക് അടക്കമുണ്ടായ ഒരു അതൃപ്തി, അതും നേതൃത്വത്തെ ശശി തരൂർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഏതാണ്ട് 2 മണിക്കൂറോളം ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച നീണ്ടു നിന്നിരുന്നു. അതിനുശേഷം ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ശശി തരൂർ ഡൽഹിയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് എത്തുകയും ഇന്ന് KPCC ആസ്ഥാനത്ത് നടത്തിയ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും കോൺഗ്രസിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നുവെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നേതാക്കളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തരൂർ BJP-യിലേക്കോ അല്ലെങ്കിൽ ഇടത് മുന്നണിയിലേക്കൊക്കെ പോയേക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ വാർത്തകളൊക്കെ തള്ളുകയാണ് നേതാക്കൾ. അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്നാണ് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം. പ്രവിധ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.